എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള സംശയമാണ്. നമ്മളിപ്പം എത്രയോ ജ്യോത്സ്യന്മാരെയൊക്കെ നമ്മളിതുപോലെ ഇൻ്റർവ്യൂ ചെയ്തു അല്ലെങ്കിൽ സംസാരിച്ചു അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഒത്തിരിയും പേരുടെയും ജീവിതം ഭയങ്കര പ്രശ്നത്തിലായിട്ടാണ് ഞാൻ കണ്ടുള്ളത്. ഒന്നീ കുടുംബജീവിതത്തിൽ പ്രശ്നം, അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നം, അല്ലെങ്കിൽ സാമ്പത്തിക വിഷയത്തിൽ പ്രശ്നം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കി കൊടുക്കുന്നുണ്ട്, അവരുടെ പൊരുത്തം നോക്കി കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വന്തം ജീവിതം വരുമ്പോൾ അവർക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതം പരാജയത്തിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം പല ജ്യോത്സ്യന്മാരും കല്യാണം താമസിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് വേർപെട്ട് പോകുന്നു, അതൊക്കെ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്? സ്വന്തം കാര്യം റീഡ് ചെയ്യാൻ പറ്റാത്തതാണോ? സ്വന്തം കാര്യത്തിൽ എവിടെയാണ് പിഴവ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഇങ്ങനെ ചോദ്യം എന്തായാലും പ്രതീക്ഷിച്ചു. നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. എന്തായാലും പ്രേക്ഷകർക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും ഈ ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ഈ തിയറി പഠിക്കുമ്പോഴുണ്ടല്ലോ, ഇത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചപ്പോഴേ ചിന്തിച്ച് ചേച്ചി ചോദിച്ച ചോദ്യമില്ലേ, ഞാനൊരു 1000 പട്ടം ചോദിച്ചിട്ടുണ്ടാവില്ല എന്നോട്. ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി. ഇതാണ് എൻ്റെ ഉത്തരം. അതായത് ദൈവങ്ങൾക്ക് കുശുമ്പുണ്ട് എന്ന് പറഞ്ഞാൽ ചേച്ചി അംഗീകരിക്കുമോ? ദൈവങ്ങൾക്ക് കുശുമ്പും അസൂയുമുണ്ട്. ഉണ്ട്. നമ്മുടെ മന്ത്രങ്ങൾക്ക് കുശുമ്പും അസൂയുണ്ട്. മന്ത്രങ്ങൾക്കും ഉണ്ട്. ഒരു മൂർത്തിയെ ആരാധിക്കുമ്പോൾ മറ്റൊരു മൂർത്തിയിലേക്ക് പോകാൻ പറ്റാറില്ല. നമ്മുടെ ഉപാസന മൂർത്തി എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉണ്ടാവും. ശരിയാണല്ലോ, ഇതിൽ അംഗീകരിക്കുന്നുണ്ടല്ലോ, ഇത് മാറ്റൊന്നുമില്ലല്ലോ. ശരി, ഇപ്പോൾ ഞാനൊരു ജ്യോതിഷിയാണെന്ന് വിചാരിക്കുക. ഒരു വ്യക്തി എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ ആൾക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇന്ന ശിവൻ്റെ അമ്പലത്തിൽ ഇത് ധാര, വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഇന്നത്, പിന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഇന്നത്, എന്നിട്ട് 3 അമ്പലത്തിൻ്റെ പേരും ഇത് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. ഈ വ്യക്തി ഈ പണിക്കാരുടെ വാക്കും കേട്ടിട്ട് ഇയാൾ ആദ്യം ശിവൻ്റെ അമ്പലത്തിൽ പോയി. ശിവൻ്റെ അമ്പലത്തിലോട്ട് പറഞ്ഞു, ഇനി എനിക്ക് പോകേണ്ടത് ധാര അവിടെ ചെയ്തു, ഇനി എനിക്ക് പോകേണ്ടത് വിഷ്ണുവിൻ്റെ അമ്പലത്തിലാണ്, അതിനുശേഷം കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കും പോകണം എന്നാണ് പണിക്കർ എഴുതി കൊടുക്കുമ്പോൾ ഒരു കോസ്മിക് എനർജി പറഞ്ഞതിലേക്ക് പോയിട്ടുണ്ട്. എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. അതായത് ഒരു വ്യക്തി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, ഒരു പണിക്കരെടുത്തുമ്പോൾ അവരുടെ കുലദൈവം, അവിടുത്തെ ദൈവങ്ങളും നാട്ടു ദൈവങ്ങളും അവിടുത്തെ കുലദൈവം എന്ന് അറിയാണ്ട് ആൾക്ക് വരാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ തിയറി. അപ്പോൾ അയാൾ വരുന്നതിന് മുൻപേ കുലദൈവം തന്നെയാണ് ഇന്നടത്ത് പൊക്കമെന്ന് പറയുന്നത്. ഇതുപോലെ ഇയാൾ സ്വന്തം കുലദൈവത്തിനെ മറന്നിട്ട് ശിവൻ്റെ അമ്പലത്തിൽ പോകുന്നു, വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകുന്നു, കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുന്നു. ചിലപ്പോൾ കൃഷ്ണമ്പലത്തിൽ പോയി വരില്ല, 2 ചെയ്ത് നിർത്തുന്ന ആളുണ്ടാവും. അപ്പോൾ ഈ 3 അമ്പലത്തിലേക്കും വഴിപാടുകൾ പറഞ്ഞു കൊടുത്ത ആരാ? ഞാൻ. ഇയാൾ 2 അമ്പലം ചെയ്തിട്ട് നിർത്തി, 3-ാമത്തേക്ക് പോയില്ല. 3-ാമത്തെ ആൾ വെയിറ്റിങ്ങിലല്ലേ, അയാൾ ചെയ്തില്ല. ഈ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ഈ അന്വേഷണം വരും, ക്വസ്റ്റ്യൻ മാർക്ക് വരും. ആര് എവിടേക്ക് എന്തിന് പറഞ്ഞു വിട്ടു, ആര് പറഞ്ഞു വിട്ടു? പറഞ്ഞു വിടുന്ന ആളാരാ? ഞാൻ. എൻ്റെ അടുത്തേക്ക് ചോദ്യം വരും. എൻ്റെ കുലദൈവവും ഇയാളുടെ കുലദൈവവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ട് പറയും ഇന്ന ആളാണ്, ഇന്ന ആൾ അയാളുടെ കുലദൈവം പറയും ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, എൻ്റെ കുലദൈവത്തിന് ഇൻഫർമേഷൻ കൊടുക്കും. എൻ്റെ കുലദൈവം എന്നോട് ചോദിക്കും. എങ്ങനെ? പ്രശ്നങ്ങൾ തന്ന് ചോദിക്കും. ആ പ്രശ്നമാണ് ഞാൻ അനുഭവിക്കുന്നത് അർത്ഥം. ഇന്നത്തെ ജ്യോതിഷന്മാർ, പണിക്കന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ്. ഒരാൾക്ക് അമ്പലം വഴിപാട് കാരണം പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പണിക്കർക്കും അതിൻ്റെ കർമ്മ എഫക്റ്റ് ആവുന്നുണ്ട്. അതായത് മനസ്സിലാക്കുന്നില്ല അവർ. അതുകൊണ്ടാണ് അവരൊരു മൂർത്തിനെ ആരാധിച്ച് ശക്തമാക്കി വെക്കും, അവരുടെ ഓറയും എല്ലാം ശക്തമാക്കി വെക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു നാൾ അവർക്കും ജാതകത്തിൽ ശനിദശയും കർമ്മങ്ങളും വരുമ്പോൾ അതെല്ലാം എഫക്റ്റ് ആവുക തന്നെ ചെയ്യും. ഒരു മാറ്റമില്ല. ഇത് കണ്ടുപിടിച്ചില്ല ഞാൻ. അപ്പം ഞാൻ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യടാ, എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഞാൻ അമ്പലം വഴിപാടും പറഞ്ഞു കൊടുത്താൽ ഇതിൻ്റെ ഗതിനെ എന്ത് ചെയ്യും? ഇങ്ങനെ പാടില്ല, ഇത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കർമ്മത്തിനെടുത്ത് നിങ്ങൾ അമ്പലത്തിൽ പോകണ്ട, നിങ്ങൾ അതിന് ഇപ്പം ബുദ്ധൻ്റെ കർമ്മം നെഗറ്റീവായ പണിക്കർ എന്ത് ചെയ്യും? നീ പോയിട്ട് വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ ധാരാളം വിഷ്ണു അമ്പലത്തിൽ പൂജ മാല എന്നൊക്കെ പറയും അല്ലേ? ബുധനും ശുക്രനും കംപ്ലൈൻ്റ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതേ ബുധനും ശുക്രനും അവന് നെഗറ്റീവ് ആണെങ്കിൽ കുട്ടികൾക്ക് പുസ്തകം, പേന, പെൻസിൽ ദാനം ചെയ്യാൻ പറയും. പെൺകുട്ടികൾക്ക് ചാന്ത്, പൊട്ട്, കൺമഷി, ഹെയർ ബാൻഡ്, കൺമഷി, കെമിക്കൽ പ്രോഡക്റ്റുകൾ ദാനം ചെയ്യാൻ പറയുമ്പോൾ അതും അമ്പലത്തിൽ പോയിട്ട് വഴിപാട് കഴിക്കുന്നതും ഒരേ എഫക്റ്റാണ്. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് കഴിച്ചാലും ശരി, ഈ ബുദ്ധൻ്റെ കർമ്മയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് പുസ്തകം, പേന, പെൻസിൽ ദാനം ചെയ്യുമ്പോൾ ബുദ്ധൻ്റെ കർമ്മ ആക്ടിവേഷൻ ആവും. സോ അതാണോ നല്ലത്, ഇതാണോ നല്ലത്? എനിക്ക് ബെറ്റർ അമ്പലത്തിൽ വിടുന്നതിന് പകരം ഇവനെ കുട്ടികൾക്ക് വേണ്ടി സേവനം ചെയ്യാനും അതിനും പോയാൽ, കുട്ടികൾക്ക് സേവനം ചെയ്തില്ലെങ്കിൽ അത് അവനാണ് പ്രശ്നം. നമുക്ക് നെഗറ്റീവ് ഇത് വരുന്നില്ല, നമുക്ക് ഫീഡ്ബാക്ക് വരുന്നില്ലല്ലോ. കാരണം നമ്മൾ അമ്പലത്തിലേക്ക് ഒരാൾ ചോദ്യം ചെയ്യാൻ വരുന്നില്ലല്ലോ. എന്തുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു കുട്ടി പോയിട്ട് അല്ല ഇന്ന പണിക്കരും മിത്രൻ സാറ് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് പുസ്തകം മേടിച്ചു തന്നില്ല എന്നൊരു കുട്ടി പോയി ചോദിക്കില്ല. ബട്ട് ദൈവം ചോദിക്കും. ദൈവത്തിന് ചോദിക്കാനുള്ള കഴിവുണ്ട്. ദൈവത്തിന് കൺസെപ്റ്റ് ദൈവം ചോദിക്കും, ഇയാൾ നിന്റെ അടുത്തേക്ക് വിട്ടിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് നിന്നെ വിട്ടത്, നീ ഒന്നും എൻ്റെ അടുത്തേക്ക് വന്നില്ല എന്ന് ദൈവം ചോദിക്കും. പക്ഷെ കുട്ടികൾ ചോദിക്കില്ല. സോ അവിടെ നിന്ന് ചോദ്യങ്ങൾ വരാത്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരില്ല. കൊടുത്താൽ ദൈവം ചോദിക്കും, ഇതാർക്കാ ഈ പുണ്യകർമ്മം? ഈ കുട്ടിക്കും
കുലദൈവം ഉണ്ടാവില്ലേ, അവർക്കും നല്ല ആളുകളുണ്ടാവില്ലേ, അവർ ചോദിക്കും ഇത് ആരെയും സൽക്കർമ്മം ചെയ്തതാരാ എന്ന് ചോദിക്കില്ലേ. ആ കർമ്മയ്ക്ക് എവിടേക്ക് വരാൻ എനിക്ക് കിട്ടില്ലേ, ആ പോസിറ്റീവ് എനർജി എനിക്ക് വരും. നെഗറ്റീവ് എനർജിനെ ബ്ലോക്ക് ചെയ്ത് ഞാൻ പോസിറ്റീവ് എനർജി റിസീവ് ചെയ്യുന്ന സിസ്റ്റമാണ് എം തിയറി. അതുകൊണ്ട് എം തിയറി സ്റ്റുഡൻസ്, നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്, അവർക്ക് ആർക്കും ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ ജ്യോതിഷം, നമ്മുടെ ജ്യോതിഷം സാധാരണ ജ്യോതിഷം പഠിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ എൻ്റെ സ്റ്റുഡൻസിന് പ്രശ്നം വരില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതുപോലെ എന്താണ് ക്ഷേത്രത്തിൽ പോയി പരിഹാരം ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിട്ടില്ല. എപ്പോഴും ഈ രീതിയിൽ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പുസ്തകം വാങ്ങിച്ചു കൊടുക്കുക, ആ രീതിയിലാണ് കേട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് ഇതാണ് സീക്രട്ട്. അല്ലെങ്കിൽ എൻ്റെ തലമുറ അടക്കം നശിച്ചു പോകും. ഇതാവുമ്പോൾ എന്താ 1000 കൊല്ലം എൻ്റെ പേരുണ്ടാവും. ഈ എം തിയറിയും ഇതെല്ലാം 1000 കൊല്ലത്തേക്ക് ഇവിടെ ഉണ്ടാവും. മറ്റേതാകുമ്പോൾ എൻ്റെ അതോടുകൂടി എൻ്റെ പണി ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കുംഭമേളയ്ക്കൊക്കെ അന്ന് പോയിരുന്നില്ല. കുംഭമേളയ്ക്ക് പോകുന്നുണ്ട്, ക്ഷേത്രങ്ങളൊന്നും പോകാറില്ല. ക്ഷേത്രം തന്നെ പോയില്ല, കുംഭമേളയ്ക്ക് പോകും. ഞാൻ കുറെ പേരെ കൊണ്ടുപോയിട്ടുണ്ട് കുംഭമേളയ്ക്ക്. ക്ഷേത്രങ്ങൾ തന്നെ പോകും കുറവാണ്. അപ്പൊ താങ്കൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് കർമ്മ ബാലൻസ് ചെയ്യാനാണ് പോയി മുങ്ങിയത് അല്ലേ? അതിന്റെ സയൻസ് അറിയാലോ. ഗ്രഹങ്ങൾ മുകളിലും 3 നദികൾ കൂടിച്ചേർന്ന സ്ഥലത്ത് മുങ്ങി കഴിഞ്ഞാൽ ഞാൻ തന്നെ എന്റെ വീഡിയോയിൽ വിട്ടിട്ടുണ്ട് വാട്ടർ മെമ്മറി, വെള്ളത്തിന് മെമ്മറി ഉണ്ട്. അപ്പോൾ വെള്ളം അവിടെ മുങ്ങി. ഇപ്പോൾ കുറേ പേര്, ഒരു സീക്രട്ട് ഞാൻ പറയട്ടെ, കുറേ പേര് ദീക്ഷ എടുത്തിട്ടൊക്കെ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നില്ലേ. ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ വർക്ക് ചെയ്യണം. ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ദീക്ഷ അതായത് അത് നിങ്ങൾക്ക് കളയണം എന്ന് തോന്നിയാൽ 3 നദി ചേർന്ന ത്രിവേണി സംഗമം പോലെ സ്ഥലത്ത് മുങ്ങിയിട്ട് എൻ്റെ മന്ത്രദീക്ഷയിൽ നിന്ന് എനിക്ക് വേണ്ട, ഇത് നിങ്ങൾ എടുത്തോളി പ്രപഞ്ചത്തിന് കൊടുത്താൽ ആ കർമ്മ തീർന്നു കിട്ടും. അല്ലെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ചില ആൾ ഓടിപ്പോയിട്ട് ദീക്ഷയല്ലേ എനിക്ക് തന്നോളൂ എന്നിട്ട് വേഗം കൊണ്ട് മേടിക്കും. അത് മേടിച്ച് കയ്യിൽ വയ്ക്കുന്നത് മാത്രമല്ല, അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇതൊരു പ്രശ്നം. അങ്ങനെ പോയി മുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുൻജന്മ കർമ്മ കുറെ വെള്ളത്തിലൂടെ റിലീസായിട്ട് പോകും, ഒഴുകുന്ന ജലത്തിൽ. അങ്ങനെ വെളിപാടായിട്ടല്ലേ മന്ത്രത്തിന്റെ രൂപേണല്ലേ താങ്കൾക്ക് ഒരു സിദ്ധി കിട്ടിയത്. അപ്പം അത് നമ്മളിങ്ങനെ മുങ്ങി പൊങ്ങിയാലും നമുക്ക് ആ ഒരു ഇത് നിലനിന്ന് ഇല്ല, അതുപോലെ അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ പറയണം, നമ്മൾ മുങ്ങുമ്പോൾ പറയണം, എൻ്റെ ഈ ദീക്ഷ ഇന്ന ആളിൽ നിന്നും എനിക്ക് കിട്ടിയ ദീക്ഷ എനിക്ക് വേണ്ട, ഇത് ഞാൻ ദൈവത്തിന് തരുന്നു, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് മുങ്ങി എഴുന്നേൽക്കുമ്പോൾ അത് പോകും. അല്ലെങ്കിൽ പോവില്ല, അല്ലെങ്കിൽ പോവില്ല. ഇല്ല, അല്ല സോൾട്ട് വാട്ടറിലൊന്നും കുളിച്ചാലൊന്നും ഇല്ല. അവരെന്നെ തീരുമാനിച്ചാൽ മാത്രമേ പോകുള്ളൂ. അവർ തീരുമാനിക്കും എനിക്കിത് വേണ്ട. ഉണ്ടല്ലോ, ഒന്ന് പഠിച്ച അടുത്ത പഠിച്ച് ഇങ്ങനെ കുറേ ദീക്ഷ എടുത്തവരുണ്ടാവും. അപ്പൊ അവസാനം മൊത്തം ഒരുപാട് പേര് അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നിട്ടുണ്ട്. 13 മാസം ഡിഗ്രി എടുത്ത പേര് എന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ജീവിതത്തിൽ ഒന്നും ആവാൻ പറ്റാണ്ട് കല്യാണം പോലും കഴിക്കാൻ പറ്റാത്ത നഷ്ടപ്പെട്ടവരുണ്ട്. ഒരുപാടുള്ളവർക്കൊക്കെ ആ ഈ രീതിയിൽ ഒരു പരിഹാരം ചെയ്യാൻ പറ്റും. പോയി അല്ലേ, 3 നദികൾ ചേരുന്ന സംഗമം നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് മുങ്ങി പൊങ്ങുക എന്നുള്ളത്. മുങ്ങുന്ന സമയത്ത് നമ്മുടെ പറയണം, നമ്മൾ എന്ത് പറയണം, എൻ്റെ ഈ ദീക്ഷ കിട്ടിയ മന്ത്രം എനിക്ക് വേണ്ട, ഇത് നിങ്ങൾ ദൈവം തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് അതിനെ സ്പ്രെഡ് ചെയ്ത് വിടണം. വിട്ടിട്ട് മുങ്ങി നിന്നിട്ട് കഴിഞ്ഞാൽ ആ കർമ്മ അത് കുറച്ച് വർഷം തീർന്ന് ഒരു 1-2 കൊല്ലം കൊണ്ട് അതിൻ്റെ കർമ്മ മൊത്തം തീരും, പതുക്കെ തീരും. നമ്മൾ പൊതുവേ നോക്കുമ്പോൾ സിനിമാ മേഖലയായാലും അല്ലെങ്കിൽ കലാകായിക മേഖലകളിലൊക്കെ പലപ്പോഴും വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊന്നും അല്ല പ്രശസ്തരായിരിക്കുന്നതും അല്ലെ ഒരുപാട് സമ്പാദിച്ചിരിക്കുന്നതും. ഒന്നും പഠിക്കാത്ത അല്ലെങ്കിൽ ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായവരൊക്കെ വലിയ പ്രശസ്തരായ വ്യക്തികളും അവരെയൊക്കെ ഇഷ്ടംപോലെ ഫാൻ ഫോളോയിങ്ങും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒത്തിരി പഠിച്ച് PhD ഒക്കെ എടുത്ത് ഭയങ്കര ബുദ്ധിജീവിയായിട്ട് നടക്കുന്നവർ ചിലപ്പോൾ ഒന്നും അല്ലാണ്ട് ജീവിതത്തിൽ പോയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കർമ്മയുടെ ബേസിസിലാണ്. ഇപ്പോൾ MD വഴി പറയുകയാണെങ്കിൽ നമ്മളിപ്പം അല്ലാതെ പ്രശസ്തനാവും അല്ലെങ്കിൽ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടേണ്ട കാര്യമില്ല. അപ്പോൾ ഇവരുടെയൊക്കെ കർമ്മ അല്ലെങ്കിൽ ഈ ഒരു MD വെച്ചിട്ട് എങ്ങനെയാണ് അത് ഡീകോഡ് ചെയ്ത് എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അതിൽ കാണുന്നത് ഒരുപാട് ഇപ്പോൾ രജനീകാന്തിൻ്റെ ജാതകം ഡീകോഡ് ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ജാതകം ഞാൻ ലൈവായിട്ട് ഒത്തിരി പേര് പറയും നമ്മുടെ പ്രധാനമന്ത്രി അധികം വിദ്യാഭ്യാസം നേടിയിട്ടില്ല, അങ്ങനെ ഇങ്ങനെ ഒത്തിരി രീതിയിൽ വളരെ രീതിയിൽ മോശമായിട്ടൊക്കെ പറയാറുണ്ട്. പക്ഷേ അദ്ദേഹം ആ ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ അത് ചുമ്മാ എത്തില്ലല്ലോ, അല്ലെ? രാജ്യത്തിന്റെ പ്രഥമ വ്യക്തിയായിട്ട് മാറണമെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഒരു വലിയൊരു കർമ്മമാണ് ഉള്ളത്, അല്ലേ? തീർച്ചയായിട്ടും. സോ ആളുടെ ജാതകം ഡീകോഡ് ചെയ്തിട്ടുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, പോയി കണ്ട കാര്യം മനസ്സിലാവും. നരേന്ദ്രമോദി അതുപോലെ തന്നെ രജനീകാന്ത്. ഈ രജനീകാന്തിനെ വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, പുള്ളിയുടെ ജാതകം ഡീകോഡ് ചെയ്തിട്ടുണ്ട്. ശ്രീരാമൻ്റെ ജാതകം ഡീകോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ പ്രേം നസീർ സിനിമ പ്രേം നസീറിൻ്റെ ജാതകം ഡീകോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇങ്ങനെ സിനിമാ നടന്മാരുടെ ജീവിതമൊക്കെ ഞാൻ ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ. അതിൽ നിന്ന് മനസ്സിലായ കാര്യം, കഷ്ടപ്പാടാണ് മെയിൻ. സിനിമ എന്ന് പറയുന്നത് ശുക്രൻ്റെ കർമ്മയാണ്. കഷ്ടപ്പാടാണ് മെയിൻ. അതായത് അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ തീരുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഭൂമിയിൽ നമ്മുടെ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു കർമ്മയുണ്ട്, പ്രകൃതിക്കൊരു കർമ്മയുണ്ട്, അതായത് ഭൂമിക്കൊരു കർമ്മയുണ്ട് എന്ന് പറഞ്ഞു. എല്ലാവരും മനുഷ്യന് കർമ്മയുണ്ട്, ദൈവത്തിന് കർമ്മയുണ്ട്, അമ്പലത്തിന് കർമ്മയുണ്ട്, ജാതകത്തിന് കർമ്മ, അങ്ങനെയല്ല പറയുന്നത്. ഞാൻ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഭൂമിക്കും കൂടി നിങ്ങളുടെ നാടിനും കൂടി ഒരു കർമ്മയുണ്ടെന്ന് പറഞ്ഞത്.
അതുകൊണ്ടാണ് ഒരാൾ വക്കീലാവുന്നതും ഒരാൾ എഞ്ചിനീയർ ആവുന്നതും ഒരാൾ ബിൽഡിങ്സ് കെട്ടുന്നതും. ഇപ്പോൾ ഈ ബിൽഡിംഗ് തന്നെ 10 നില ബിൽഡിംഗ്, ഇത്രയും നല്ല വലിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഒരാളുടെ കൺസ്ട്രക്ഷൻ വർക്കല്ലേ, ഒരാളുടെ ഐഡിയ അല്ലേ? അതാണ് കർമ്മ, ഭൂമിയുടെ കർമ്മ എന്ന് പറയും. അതുപോലെ ഒരാൾ സിനിമ നടനാവുന്നതും ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുന്നതും ഭൂമിയുടെ കർമ്മയാണ്. കാലചക്രത്തിൻ്റെ ഭൂമിയുടെ കർമ്മ. ഈ കാലചക്രത്തിൻ്റെ ഭൂമിയുടെ കർമ്മയിൽ പെടാൻ വളരെ സിമ്പിളാണ്. ഈ കാലം ഇപ്പം എങ്ങോട്ടാണോ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനുള്ളിലേക്കൊന്ന് ചാടിയാൽ മതി. പിന്നെ അവൻ കറക്കിയോളും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഉദാഹരണം 10 വർഷം മുമ്പ് എനിക്ക് മനസ്സിലായി ഇവിടെ ആസ്ട്രോളജി ബേസ് ചെയ്തിട്ട് സിസ്റ്റം ഒരു ബൂമിങ് വരാൻ പോവുകയാണ്. ഇതുപോലെ ഒരുപാട് യൂട്യൂബ് ചാനൽസുകളും ഒരുപാട് ചാനൽസുകളും ആസ്ട്രോളജർമാരെ കൊണ്ട് തിക്കും ആൾക്കായിരിക്കും. ആസ്ട്രോളജി അല്ല, സൈക്കിക് എബിലിറ്റി ഉണ്ട്, ഞാൻ കുണ്ടലിനെ ഉയർത്തും, ഞാൻ വേറെ കഴിവുള്ളവനാണ്, എനിക്ക് നോക്കി തീ കത്തിക്കാൻ പറ്റും, അങ്ങനെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അതേപോലെ ഒരുപാട് പേര് വരുമെന്ന് മനസ്സിലാക്കി അതിൽ നല്ലൊരു മനുഷ്യനാവണം, നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ആസ്ട്രോളജി ഡീകോഡ് ചെയ്ത് ആസ്ട്രോളജിയാണ് ലോകത്തിന് വേണ്ടിയിട്ട് ഇനി വലിയൊരു സിദ്ധാന്തം കൊണ്ടുവരാൻ പോകുന്നു മനസ്സിലാക്കി ഞാൻ കാലചക്രത്തിൻ്റെ ഇടയിൽപ്പെട്ട ആളാണ്. അതുപോലെ ഈ സിനിമാ നടന്മാർ കാലചക്രത്തിൻ്റെ ഇടയിൽപ്പെട്ടത്. ഈ മോഹൻലാലും മമ്മൂട്ടിയും രജനീകാന്തും മരിക്കുമോ? ഇല്ല, അവർ മരിക്കില്ല. അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വെർച്വൽ റിയാലിറ്റിയിലും ഒക്കെ നിലനിൽക്കും. അപ്പോൾ ഇന്ന് കാണുന്ന യൂട്യൂബർമാർ, നമ്മുടെ ഈ അലക്സാൻ ചാനൽ വ്ളോഗ്സ്, ഇത് മരിക്കുമോ? ഈ ചാനൽ മരിക്കുമോ? യൂട്യൂബ് ചാനൽ എത്ര കാലം ഉണ്ടോ അത്രയും കാലം നമ്മുടെ അലക്സാൻ ചാനൽ വ്ളോഗ്സ് ഉണ്ടാവും, ചേച്ചിയും ഉണ്ടാവും, ഇല്ലേ? 1000 കൊല്ലം യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലോ, യൂട്യൂബ് എന്ന സിദ്ധാന്തം ഇനി 1000 കൊല്ലത്തേക്കും കൂടി ഉണ്ടെങ്കിൽ ചേച്ചിയുടെ ചാനൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ടാവും. അതേപോലെ ഞാനുണ്ടാവും. അതേപോലെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഈ കാലചക്രത്തിൻ്റെ ഇടയിൽ പെടാൻ താല്പര്യമുള്ളവർക്ക് എം തിയറിയിലേക്ക് അപ്രോച്ച് ചെയ്യാം. നമ്മുടെ കൂടെ വരാം. നമ്മുടെ കൂടെ വന്നാൽ നമ്മൾ കാലചക്രത്തിനുള്ളിലേക്ക് തള്ളിയിടും. അതായത് അവരെ കർമ്മം മനസ്സിലാക്കിയിട്ട് ഇത് ഈ ഒരു നാട്ടിൽ നമ്മൾ ജനിക്കുമല്ലോ, അതായത് നമ്മൾ ജാതകം നോക്കുമ്പോൾ എന്തിനും നോക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, സമയം, ജനിച്ച സ്ഥലം, ആ സ്ഥലം നോക്കിയിട്ടല്ലേ ജാതകം എടുക്കാൻ പറ്റുള്ളൂ. അമേരിക്കയിലാണെങ്കിൽ അമേരിക്ക, ജർമ്മനിയാണ് ജർമ്മനി, കേരളത്തിലാണ് കേരളം, തൃശ്ശൂരാണ് തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പാലാഴി എന്ന് പറയുന്ന പുതുക്കാട് എന്ന സ്ഥലത്ത് എന്തുകൊണ്ട് ഞാൻ ജനിച്ചു എന്ന് ആ ജാതകത്തിലുണ്ടാവും. അതുകൊണ്ടാണ് സ്ഥലം എടുക്കുന്നത്. അപ്പോൾ സ്ഥലമെടുത്ത് അതും കൂടിയും പറഞ്ഞു കൊടുത്താൽ അവൻ്റെ പ്രശ്നം സോൾവ് ആയി. ടീച്ചറാവണോ? നീ ടീച്ചറാവണം. നീ എഞ്ചിനീയർ ആവണോ? നീ എഞ്ചിനീയർ ആവണം. നീ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോകണം. വിദേശത്ത് പോകണോ? അതാണ് എൻ്റെ കർമ്മ. ചന്ദ്രൻ്റെ കർമ്മയുണ്ട്, വിദേശത്ത് പോകുന്ന കർമ്മം. നീ വിദേശത്ത് പൊക്കോ, അതാണ് വിധി, അതാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സമാധാനം കിട്ടും. അങ്ങനെ കാലചക്രത്തിൻ്റെ ഇടയിലേക്ക് തള്ളിയിടലാണ് എൻ്റെ പരിപാടി എന്നർത്ഥം. പ്രശ്നം വീഴ്ത്തൂല, വീഴാനാണ് തള്ളിയിടുന്നത്. ഈ കാലചക്രത്തിലേക്ക് തള്ളിയിടാൻ പറ്റിയ പ്രായം ഏതാ? ഏത് പ്രായത്തിൽ നിന്നിടാം. അതാണ് ഇപ്പോൾ 55 വയസ്സായ ആൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്തെ 5 കൊല്ലം കൂടി നിങ്ങൾക്ക് ബാക്കിയുണ്ട് എനർജി, 5 കൊല്ലം ചെയ്യാനുള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ആൾ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്. 60 വയസ്സായിട്ടും ഞാനിനി എന്തിനാ ജീവിച്ചിരിക്കണേ, എൻ്റെ കർമ്മം എന്താണെന്ന് ചോദിക്കുന്നത് എത്രയോ പേര്. വീഡിയോ പ്രൂഫ് നമ്മുടെ ഉണ്ട്, തെളിവ്. ആര് വന്നാലും ഞാൻ പ്രൂഫ് സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്. വീഡിയോ ഫുൾ റെക്കോർഡിംഗ് അല്ലേ നമ്മുടെ എല്ലാവരുടെയും. അപ്പോൾ ഈ കാലചക്രത്തിന് കർമ്മയുണ്ട്. ഈ കാലചക്രത്തിൻ്റെ കർമ്മയിൽ പെട്ടവരാണ് സിനിമാ നടന്മാർ, മോഹൻലാൽ, മമ്മൂട്ടി, കലാകാരന്മാർ, എല്ലാവരും, ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം കാലചക്രത്തിൻ്റെ കർമ്മയിൽ പെട്ടവരാണ്. ഇവർക്ക് ഇനി മരണമില്ല. ഈ യുഗത്തിൽ, ഈ സിസ്റ്റത്തിൽ, ഈ സിനിമാ മേഖലയും ഇൻ്റർനെറ്റ് മേഖലയിലും സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാമിൽ ആരൊക്കെയാണ് ഇന്ന് നിലനിൽക്കുന്നത്, അവർ ജീവകാലം മുഴുവൻ 1000 കൊല്ലത്തോളം ഈ വെർച്വൽ റിയാലിറ്റിയിലുണ്ടാവും. അവർ മരിക്കില്ല. മമ്മൂട്ടി, മോഹൻലാലൊന്നും മരിക്കാൻ പോകുന്നില്ല എന്നർത്ഥം. ഇതിൽ പെടാത്ത ആളുകൾ ഓർമ്മയില്ലല്ലോ. ഇതിൽ പെടാത്ത യേശുവിന്റെ 12 ശിഷ്യന്മാർ നമ്മൾ പഠിക്കുന്നുണ്ട്. ബാക്കി യേശുവിന് കുറെ ശിഷ്യന്മാർ വേറെ ഉണ്ട്. എന്താ അവർ പെടാത്ത? കാരണം അവർ കാലചക്രത്തിന്റെ ഇടയിൽ യേശുവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ എൻ്റെ എം തിയറിയുടെ ഫില്ലേഴ്സായിട്ട് കുറേ നിൽക്കുന്നവർ ഇനി ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. അവരും 1000 കൊല്ലത്തേക്ക് ഉണ്ടാവുന്നു. ഇപ്പം എം തിയറി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു. അതേപോലെ സി മാടൻ, മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊന്നും മരിക്കില്ല. ഇവർ ജീവിതകാലം മുഴുവൻ ഇനി ഇവിടുന്ന് വെർച്വൽ റിയാലിറ്റിയിൽ നിലനിൽക്കും. ഇവർ ഒരിക്കലും മരണമില്ലാത്തവരാണെന്ന് അർത്ഥം. ക്ലിയർ? നമ്മൾ 2023 മെയ്യിലാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് വരുന്നത് അല്ലേ? അന്നാണ് മിത്രാത്മനെ പരിചയപ്പെടുന്നതും നമ്മളിങ്ങനെ എം തിയറി എന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ. ഈ 2 കൊല്ലം അല്ലെങ്കിൽ 2004, 2025, അപ്പം ഇത്രയുമായി 2 വർഷം കഴിഞ്ഞു. ഇത്രയും നാളത്തെ ഒരു യാത്ര എങ്ങനെയുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? ഈ ചാനലിൽ തന്നെ വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ സൗദിയിൽ നിന്ന് വന്നത്. അവിടെ ചേച്ചിയുടെ ചാനൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഈ ചാനലിൽ തന്നെ ഫസ്റ്റ് വീഡിയോ ചെയ്യണം എന്ന് റിസ്ക് എടുത്തിട്ടാണ് ഈ ചാനലൊന്ന് വീഡിയോ ചെയ്തത്. ഈ ചാനൽ ചെയ്തോട് കൂടിയിട്ട് എൻ്റെ റേഞ്ച് മാറി. നമ്മൾ പറയില്ല റേഞ്ച് മാറി എന്ന് പറഞ്ഞാൽ റേഞ്ച് മാറി. ഒരുപാട് പേർക്ക് നല്ലത് ചെയ്യാൻ പറ്റി. ഒരുപാട് പേർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാൻ പറ്റി. ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. കുട്ടികൾക്ക് പുസ്തകം, പേന, പെൻസിൽ ദാനം ചെയ്യാൻ പറ്റി. TV പോലെ സാധനങ്ങൾ കൊടുക്കാൻ പറ്റി. ഡിജിറ്റൽ സ്കൂളുകളാക്കാൻ പറ്റി. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് സ്കൂളിൽ ഒരു പാർക്ക് കെട്ടി കൊടുക്കാൻ പറ്റി. ഇനി അടുത്തത് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ. അപ്പോൾ ഈ ചാനലിൽ വന്നതിലൂടെ എനിക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ള വലിയ കാര്യം. ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റി.
ഒരുപാട് പേരെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റി. ഇന്ന് 10-15ഓളം സ്റ്റാഫുകൾ ഇപ്പം എൻ്റെ കീഴിൽ തന്നെ ഉണ്ട്. ആസ്ട്രോളജി ബേസ് ചെയ്തിട്ട് സ്റ്റാഫ് വേറെ ഉണ്ട്, അതുപോലെ തന്നെ മാനേജർമാരുണ്ട്. ഒരുപാട് പേർക്ക് ശമ്പളം കൊടുക്കുന്ന ലെവലിലേക്ക് എത്താൻ പറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. തന്നെയാണ്. ഇപ്പൊ തന്നെ പറഞ്ഞു 2026 വരെ ബുക്കിംഗ് ആയി. ഇനിയുള്ള ആരും വിളിച്ചാൽ എടുക്കാൻ പറ്റുമോ അറിയില്ല. അല്ല, ഇനി 2026 ബുക്കിംഗ് ആയിട്ട് ബുക്കിംഗ് നിർത്തണോ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നിർത്തിയാൽ ഞാൻ പറയും അവൻ ബുക്കിംഗ് നിർത്തി എന്ന് പറയും. നിർത്തിയതല്ല, ഇനി പൊരുത്തമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. പൊരുത്തത്തിന് വേണ്ട സ്റ്റാഫ് ഞാനല്ല കേട്ടോ, എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, അവർ പൊരുത്തം നോക്കി തരും. നാളെ മുതൽ ഇപ്പോൾ ഈ വീഡിയോ വന്നതിന് ശേഷം നാളെ മുതൽ മറ്റന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പൊരുത്തം, അതായത് കല്യാണം, പൊരുത്തം, ഇതൊക്കെ നോക്കാൻ ആളുകൾ റെഡിയാണ്. എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അവരെല്ലാം ജാതകം ഡീകോഡ് ചെയ്യാൻ വീണ്ടും ഒരു കൊല്ലം കഴിയില്ലേ. ഇപ്പൊ ബുക്ക് ചെയ്ത 2026 മെയ് മാസം കഴിഞ്ഞ ഡേറ്റ് കിട്ടും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വിത്ത് തെളിവ് തരാം. ഞാൻ നുണ പറഞ്ഞല്ലോ. ഇപ്പൊ വീഡിയോ കാണുന്നവർ പറയും നുണ പറയുന്നതെന്ന് ചിലപ്പോൾ പറയും. വിത്ത് പ്രൂഫ് എല്ലാത്തിനും ഉണ്ട്. എൻ്റെ സ്റ്റാഫിനെ വിളിച്ച സ്റ്റാഫ് പറഞ്ഞുതരും. ഞാനല്ല, എൻ്റെ സ്റ്റാഫ് പറഞ്ഞുതരും. ഡേറ്റും സമയമൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതുപോലെ ഒരാൾ കൊണ്ട് പറഞ്ഞു, മിത്രം ബായ് നിങ്ങൾ നുണ പറയാണ്, 2026 മെയ് മാസം വരെ അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്ന് നിങ്ങൾ നുണ പറയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനും സ്റ്റാഫ് അവിടെ ഉണ്ടെന്ന് രണ്ടുപേരും ചിരിക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ എൻ്റെ കലണ്ടറിൽ, ഈ സ്റ്റാഫ് എല്ലാം കലണ്ടറിൽ ആഡ് ചെയ്യും. കലണ്ടർ എടുത്തിട്ട് പറഞ്ഞു, ഇതിൽ ഏത് മാസം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഈ മാസത്തിൽ ഏത് ഡേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആ ഡേറ്റ് എടുത്തിട്ട് തുറന്ന ആ ഡേറ്റിൽ അപ്പോയിൻമെൻറ്റ് ഫോൺ നമ്പർ ഉണ്ടാവും. ഈ ഫോൺ നമ്പർ എടുത്തിട്ട് ഏത് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. തെറ്റാണ് നിങ്ങൾ തെളിയിക്കാൻ പറഞ്ഞു. അപ്പോൾ ആൾ പറയും, ഭായ് സാറിന് ഇത്ര അപ്പോയിൻമെൻറ്റ് കിടക്കുന്നുണ്ടല്ലേ, ശരിയാണെന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. കലണ്ടറിലുണ്ടല്ലോ, കലണ്ടറിലെല്ലാം അപ്പോയിൻമെൻറ്റ്സും കറക്റ്റായിട്ട് ഫോൺ നമ്പർ നടക്കുന്നുണ്ട്. അപ്പോൾ 2026 മെയ് മാസം വരെ ഉണ്ട്. മെയ് മാസം കാണിച്ചു കൊടുത്തു ഞാൻ. മെയ് മാസം 13-ാം തീയതി വരെ ബുക്കിംഗ് കഴിഞ്ഞു. ഈ 13-ാമത്തെ നമ്പർ നിങ്ങൾക്ക് വിളിച്ചു, ഇപ്പോൾ വിളിച്ചോ, ആൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ ആൾ പറഞ്ഞു ഇപ്പോൾ വിശ്വാസമായി ഇരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാത്ത കുറേ പേരുണ്ടാവും, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിത്ത് പ്രൂഫ് നമ്മുടെ എല്ലാത്തിനും ഉണ്ട്. സോ നുണ പറഞ്ഞല്ല, 26 ബുക്കിംഗ് ആണ്. പൊരുത്തം നമുക്ക് നോക്കി കൊടുക്കാം. തീർച്ചയായിട്ടും പൊരുത്തമൊക്കെ നോക്കി കൊടുക്കാം. തീർച്ചയായിട്ടും വിവാഹ പൊരുത്തം അല്ലേ, അത് നോക്കാൻ താല്പര്യമുള്ളവർ ചെറിയ സംഖ്യ മേടിക്കുന്നുള്ളൂ, ചെറിയ ഫീസ്, കുഞ്ഞു ഫീസ്. നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ശിഷ്യന്മാരും ഉണ്ട്, അവരും ഒക്കെ നോക്കി എല്ലാം റെഡിയാക്കി. ഒരുപാട് ചേച്ചിമാര് സ്റ്റുഡൻസ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ലൈവ് പ്രോഗ്രാം കണ്ട കാര്യം മനസ്സിലാവും. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം എന്തായാലും ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മിത്രാത്മജൻ തൃശ്ശൂർ പുതുക്കാടാണ് സ്ഥലം, അവിടെയാണ് താമസിക്കുന്നത്. പക്ഷേ ഇങ്ങനെ യാത്രയും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ റെസ്റ്റോറൻറ്റ്സും ഒക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ പല പല പോസ്റ്റുകൾ ഞാൻ കാണാറുണ്ട്. വളരെ നന്നായിട്ട് പാചകം ചെയ്യുകയും പിന്നെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊക്കെ ആ രീതിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്താൽ പൊരുത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി തരുന്നതാണ്. അപ്പോൾ ഇനിയും നമുക്ക് വളരെ സജീവമായിട്ട് തന്നെ പല കാര്യങ്ങളും, അല്ലെ, ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇനിയും ചർച്ച ചെയ്യാനൊക്കെ സാധിക്കട്ടെ, ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും തന്നെ എല്ലാ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ ഇതുവരെ വന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുകയും പ്രേക്ഷകരോട് ഷെയർ ചെയ്യുകയും ചെയ്തതിന് നന്ദി. വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി. നമസ്കാരം. താങ്ക് യു.